പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് നേതാവുമായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ തള്ളി ജയിൽ അധികൃതർ. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അടിയാല ജയിൽ അധികൃതർ വ്യക്തമാക്കി. ഇമ്രാൻഖാനെ കാണാൻ കുടുംബാംഗങ്ങൾക്ക് അനുമതി നൽകിയതിനെ തുടർന്ന് സഹോദരിയും അനുയായികളും നടത്തിയ പ്രതിഷേധ ധർണ അവസാനിപ്പിച്ചു. റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം പറഞ്ഞതിനെ തുടർന്ന് ഇന്നലെ ജയിലിന് പുറത്ത് വലിയ ജനാവലിയാണ് തടിച്ചുകൂടിയത്. പ്രതിഷേധം ഇടയ്ക്ക് അക്രമാസക്തമാകുകയും ചെയ്തു. തുടർന്ന് ഇമ്രാൻഖാനെ സന്ദർശിക്കാനെത്തിയ സഹോദരി അലീമ ഖാനെയും PTI അനുയായികളെയും തടഞ്ഞതിനെ തുടർന്ന് ജയിലിനടുത്തുള്ള ഗോരഖ്പൂർ ചെക്ക് പോസ്റ്റിൽ അവർ പ്രതിഷേധ ധർണ ആരംഭിച്ചിരുന്നു. പ്രതിഷേധ സ്ഥലത്തെത്തിയ പോലീസ് അലീമ ഖാനുമായി ചർച്ച നടത്തുകയും ഇമ്രാൻഖാനെ കാണാനുള്ള അനുമതി നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നുമാണ് ധർണ അവസാനിപ്പിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞും ചൊവ്വാഴ്ചയും ഇമ്രാൻഖാനെ കാണാൻ ബന്ധുക്കളെ അനുവദിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ പൂർണ്ണ ആരോഗ്യവാനാണെന്നും മരണത്തെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. ഇമ്രാനെ ജയിലിൽ നിന്നും മാറ്റിയിട്ടില്ലെന്നും പൂർണ്ണ വൈദ്യസഹായം ലഭിച്ചു വരുന്നുണ്ടെന്നും ജയിൽ അധികൃതർ പറഞ്ഞതായി പാക് ടെലിവിഷൻ ചാനൽ ജിയോ ന്യൂസ് വ്യക്തമാക്കി. 73-കാരനായ ഇമ്രാൻഖാൻ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2023 മുതൽ ജയിലിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.